7 സ്ഥലങ്ങളിൽ നമ്മുടെ വീടുകളിൽ ശൈത്താന്മാർ പാർക്കുന്നതാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിരുന്നുണ്ട്. നമ്മുടെ വീടുകളൊക്കെ നമ്മൾ വളരെ പൈസ കൊടുത്ത് അല്ലെങ്കിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മുടെ വീട്ടിൽ സാക്ഷാൽ ഇബിലീസുകൾ പാർക്കും 7 സ്ഥലങ്ങളിൽ. ഈ 7 സ്ഥലങ്ങൾ നമ്മൾ കൃത്യമായി പരിഗണിച്ചില്ല എങ്കിൽ ആ വീട്ടിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ശൈത്താന്മാരുടെ വിളയാട്ടമായിരിക്കും. നമ്മൾ ചില വീടുകൾ കണ്ടിട്ടില്ലേ, എപ്പോഴും വഴക്കും ബഹളമാണ്, ആ പരിസരത്തൂടെ പോകാൻ കഴിയില്ല. അങ്ങനത്തെ ചില വീടുകളുണ്ട്, അയൽക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില വീടുകൾ. കാരണം എന്തേ, അവിടെ എപ്പോഴും വഴക്കാണ്. മക്കളും മാതാപിതാക്കളും തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ ഒക്കെ വഴക്കും വയ്യാവേലിയിട്ട് നടക്കുന്ന വീടുകൾ. ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള മുഖ്യ കാരണം ഈ ശൈത്താന്മാരാണ്, അവിടെ പാർക്കുന്ന ഇബ്ലീസുകളാണ്. അപ്പം അത് നമ്മുടെ വീടുകളിലും ഉണ്ട്. അതെങ്ങനെയാണ് തുരത്തുക, അവരെങ്ങനെയാണ് ഇല്ലാതെയാക്കുക, നമ്മുടെ വീടുകൾ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം. ഇത് എല്ലാവരും കേട്ടിരിക്കേണ്ട വീഡിയോ ആണ്. കാരണം നമ്മുടെ വീടുകളൊക്കെ സമാധാനത്തിൻ്റെ കേന്ദ്രങ്ങളാകണമെങ്കിൽ ഈ കാര്യം ശ്രദ്ധിച്ചേ പറ്റൂ. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവൻ കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളെയൊക്കെ കബൂലാക്കട്ടെ. എല്ലാവർക്കും റാഹത്താണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ചാനലിൽ നോക്കിയപ്പോൾ അധികം ആളുകൾ വീഡിയോ കണ്ടിട്ടുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ്. ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, അതേപോലെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വിടുന്ന വീഡിയോസ്, നമുക്ക് ഉപകാരപ്രദമായ വീഡിയോ നമ്മൾ ഇടുമ്പോൾ തന്നെ, അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, അത് നോട്ടിഫിക്കേഷനായി വരികയും കാണാൻ പറ്റുകയൊക്കെ ചെയ്യും. അപ്പോൾ നഷ്ടപ്പെട്ടു പോകണ്ട എന്ന് കരുതിയിട്ടാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നമുക്ക് ശൈത്താന്മാർ പാർക്കുന്ന ചില സ്ഥലങ്ങൾ നമ്മുടെ വീടുകളിൽ, നമ്മൾ ജീവിക്കുന്ന, നമ്മൾ കിടന്നുറങ്ങുന്ന, ഭക്ഷണം കഴിക്കുന്ന നമ്മളുടെ ഇടങ്ങളിൽ ഇബ്ലീസുകൾ പാർക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. ഞാൻ നോക്കിയപ്പോൾ നമ്മൾ നിസ്സാരമായി കാണുന്ന ചില സംഗതികൾ അത് ഇബ്ലീസിന് ഭയങ്കര ഇഷ്ടമാണ്, ഇബ്ലീസിന് ഭയങ്കര കൗതുകമാണ്. അവൻ അവിടെ പൂണ്ട് വിളയാടുമെന്നാണ്. അതായത് ഒരു കാരണവശാലും ഇറങ്ങിപ്പോകാതെ അവിടെ ഇത്തിൽ കണ്ണ് പിടിച്ചു കിടക്കുന്നവർ പിടിച്ചു കിടക്കും. അത്തരത്തിലുള്ള ചില സ്ഥലങ്ങൾ നമ്മുടെ വീടുകളിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു 7 സ്ഥലങ്ങൾ, ഒരു 7 രൂപ ഞാൻ പറഞ്ഞുതരാം. അതൊന്ന് കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ ഫായിദ നമ്മുടെ ജീവിതത്തിൽ നിന്നും, നമ്മുടെ വീട്ടിൽ നിന്നും, കുടുംബത്തിൽ നിന്നൊക്കെ ഇബ്ലീസുകൾ ആട്ടി ഓടിക്കാനും ജീവിതത്തിൽ സമാധാനം കിട്ടാനും കാരണമായി തീരും. അതിലൊന്നാമതായി പറയുന്നത്, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ അവിടെ ഇബ്ലീസ് ഉണ്ടാവുന്ന, ഇബ്ലീസ് കൂടെ കൂടുന്ന. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലാത്ത വീടുകൾ, മക്കളാകട്ടെ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, കുടുംബാദികളാകട്ടെ, ബിസ്മി ചൊല്ലാതെയാണ് ഭക്ഷണം കഴിക്കുന്നത് എങ്കിൽ അവിടെ ഇബ്ലീസ് പൂണ്ട് വിളയാടും. കാരണം എന്തേ, ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇബ്ലീസും ഭക്ഷണം കഴിക്കാനിരിക്കും. എന്നിട്ടോ നമ്മൾ ബിസ്മി ചൊല്ലിയാൽ ഇബ്ലീസ് എഴുന്നേറ്റ് പോകും. ചൊല്ലിയിട്ടില്ല എങ്കിൽ സാക്ഷാൽ ഇബ്ലീസും നമ്മളുടെ പാത്രത്തിൽ നിന്നും ഭക്ഷണം കഴിക്കും. അതായത് നമ്മൾ അധ്വാനിച്ചു കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചിട്ട് വളരുന്നൊരു ഇബ്ലീസ് നമ്മുടെ വീട്ടിലുണ്ടാവുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെ ആ വീട്ടിൽ ഇടങ്ങേറുണ്ടാക്കാൻ വേറെ ആരുടെയും ആവശ്യമുണ്ടോ? നമ്മളെ ഇബ്ലീസാണ് എൻ്റെ കൂട്ടത്തിൽ, നമ്മുടെ കൂടെ വേറൊരു ഇബ്ലീസും കൂടെ കൂടിയാൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു കേട്ടോ. ഇനി രണ്ടാമത് കാണാം, കോപവും വഴക്കും നടക്കുന്ന വീട്. അതായത് എപ്പോഴും വഴക്കും വയ്യാവേലും, അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക്, മക്കൾ തമ്മിൽ വഴക്ക്, ഇങ്ങനെ എന്ത് ചെയ്യുക, തൊടുന്നതിനും പിടിക്കുന്നതിനൊക്കെ എപ്പോഴും വഴക്കും ദേഷ്യം പിടിക്കുക, എടുത്ത് ചാട്ടം ഉണ്ടാകും. ആ വീട്ടിൽ ഇബ്ലീസും കൂടെ ഉണ്ടാവുന്നു. ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് എന്ത്, വഴക്കുണ്ടാക്കുന്ന സ്ഥലം. രണ്ടാളുകൾ പരസ്പരം സ്നേഹിക്കുന്നത് ഇബ്ലീസിന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇബ്ലീസ് എല്ലാ ദിവസവും ഒരു സമ്മേളനം വിളിച്ചു കൂട്ടും, ഇവിടെ സമുദ്രത്തിന് നടുക്ക്. എന്നിട്ട് ഓരോരുത്തർ വന്നിട്ട്, ഓരോ ശൈത്താന്മാർ വന്നിട്ട്, ഞാൻ ഇന്നാട് നിസ്കാരം ബാത്തിലാക്കി, ഇബ്ലീസ് അറിയാൻ പോയി, അത് ചീള് കേസ്. അടുത്ത ആൾ വരുമ്പോൾ ഞാൻ ഖുർആൻ ഓതൽ മുടക്കി, അതൊക്കെ ചീള് കേസ്. ഇങ്ങനെ ഓരോന്നിങ്ങനെ നടക്കും. അവസാനം ഇബ്ലീസിന് തൃപ്തിപ്പെട്ടൊരു കാര്യം കേൾക്കുന്നത് എപ്പോഴാണെന്നറിയും, അവസാനം ഒരാൾ വരും, എന്ത്, ഒരു ഇബ്ലീസ് വന്ന് ശൈത്താൻ വന്നോട്ട് പറയുന്നത്, ഞാൻ ഇന്നൊരു ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ പിരിപ്പിച്ചു എന്ന് പറയും. തമ്മിൽ തല്ലിച്ച് വേണ്ടേ, അയാളെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, കൺഗ്രാജുലേഷൻ, നീയാണ് ചെയ്തത്, ഓക്കെ, നീ ചെയ്തതാണ് ഓക്കെ, പെർഫെക്റ്റ് ഇപ്പോഴായതെന്ന്. അതായത് ഏറ്റവും ഇബ്ലീസിന് ഇഷ്ടമുള്ള സംഗതിയാണ് ആളുകളെ തമ്മിൽ തെറ്റിക്കുക, വഴക്കുണ്ടാക്കുക. അതിലേറ്റവും മുഖ്യമായിട്ടിരിക്കുന്നത് ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കുക. അപ്പോൾ സാക്ഷാൽ ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഗതിയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം അല്ലോ. അങ്ങനെയുള്ളിടത്ത് ഇബ്ലീസ് കിണഞ്ഞിങ്ങനെ പരിശ്രമിക്കും നമ്മുടെ ഇടയിൽ വഴക്കുണ്ടാക്കാൻ. അവിടെ ഇങ്ങനെ ഇത്തിൽ കണ്ണി പോലെ പിടിച്ചിരിക്കുവാൻ പോവില്ല. അതുകൊണ്ട് തന്നെ ദേഷ്യം പിടിക്കുന്ന സ്വഭാവം, കോപം, അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാം. മൂന്നാമത്തെ സംഗതി കാണാം, സംഗീതവും പാപവും നടക്കുന്ന വീട്. സംഗീതം, വാദ്യോപകരണങ്ങളുടെ സംഗീതം, അതായത് പാട്ട് പാടുന്ന വീട് എന്നല്ല എൻ്റെ അർത്ഥം. ഒരാളിപ്പോൾ നല്ല മധുഹ് പാടുന്ന ഒരാളാണ്, നല്ല മധുഹ് അവിടെ എന്താണ്, ഇബ്ലീസിന് നിൽക്കാനൊന്നും കഴിയില്ല. മധുഹ് പാടുന്നിടത്ത് സാക്ഷാൽ ഇബ്ലീസ് വരില്ല. അവിടെ ഇബ്ലീസിന് എന്താണ് താല്പര്യമില്ലാത്ത വിഷയമാണ്. എന്നാലോ ഇങ്ങനെ എന്ത് ചെയ്യുക, ഹാർമോണിയവും വീണയും മദ്ദളവും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുക, ഈ എന്താണ് വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടുള്ള മ്യൂസിക്കുകൾ ഉള്ള വീടുകളിൽ ഇബ്ലീസിന് ഭയങ്കര ഇഷ്ടമാണ്. ഇബ്ലീസിന് ഇഷ്ടമാണ്,
ഇനി അത് കേട്ടിട്ട് അതിനെ വാലെ പിടിക്കാൻ വരണ്ട. ഇബിലീസിന് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ മലക്കുകൾ ആ പരിസരത്തുണ്ടാവില്ല എന്നാണ്. മലക്കുകൾ ആ പ്രദേശത്തേ ഉണ്ടാവില്ല. നമുക്ക് വേണ്ടത് മലക്കുകളാണ്, നല്ല മലക്കുകൾ. നമ്മുടെ വീടുകളിൽ ദുആക്ക് ഇജാബത്തുള്ള അവരെ എന്ത് ചെയ്യണം, നമ്മുടെ വീടുകളിൽ വേണ്ടത്. സാക്ഷാൽ ഇബിലീസ് കടന്നുകൂടിയാൽ ആ വീട്ടിൽ ബറക്കത്തുണ്ടാകൂല, ദുആക്ക് ഇജാബത്ത് നഷ്ടപ്പെട്ടു പോകും. മൂന്നാമത്തെ സ്ഥലം അതാണ്. നാലാമതായി കാണാം ശൂന്യമായ മുറികൾ. ചില ആളുകളുണ്ട് വീട് പണിതിടും, എന്നിട്ട് വിദേശത്ത് പോയി എന്ത് ചെയ്യും, അവിടെ കിടക്കും. ഇവിടെ വീട്ടിലുണ്ടാകും 10 റൂമുള്ള വീട്, എന്നിട്ട് വിദേശത്ത് ജോലിക്ക് കിടക്കുന്ന ആൾ അവിടെ 10 ആൾ ഒറ്റ റൂമിലായിരിക്കും കിടക്കുക. ഒരു ബാത്റൂമിൻ്റെ മുമ്പിൽ ഇങ്ങനെ ക്യൂ നിൽക്കണം. ചില പ്രവാസികളുടെയൊക്കെ അവസ്ഥ കേൾക്കാറുണ്ട്. എന്നാലോ വീട്ടിലോ, ഇവിടെ നാട്ടിൽ വെറുതെ കിടക്കുക, ഒരു മുറിയും അറ്റാച്ച്ഡ് ബാത്റൂമുകളുള്ള മുറികൾ ഇങ്ങനെ വെറുതെ കിടക്കുക. വെറുതെ കാലിയായി ആൾതാമസമില്ലാതെ കിടക്കുന്ന മുറികൾ അവിടെ ഇബിലീസ് പാർക്കുന്ന. അതുകൊണ്ട് അത്തരത്തിൽ റൂമുകൾ കൂടുതലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എൻ്റെ ശബ്ദം സേവിക്കുന്നുണ്ട് എങ്കിൽ ദിവസം ഒന്ന് മാറി 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 കിടക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് എല്ലാ ദിവസവും ഒറ്റ മുറിയിൽ തന്നെ കിടക്കാതെ ആ ഉപയോഗിക്കാത്ത മുറികളിലും എന്ത് ചെയ്യുക, അന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് കിടക്കാൻ ശ്രമിക്കുക. കാരണം എന്തേ, വല്ലപ്പോഴെങ്കിലുമൊക്കെ അവിടെ താമസം ഉണ്ട് എന്ന്, അതായത് സ്ഥിരമായിട്ട് ഇബിലീസിന് പാർക്കാൻ കൊടുക്കാതെ വല്ലപ്പോഴും നിങ്ങളും കൂടെ ഒന്ന് പോയി പാർക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ അല്ലാത്ത പക്ഷം അവിടെ ഇബിലീസ് എന്ത് ചെയ്യും, അവിടെ കടന്നുകൂടുകയും ഇബിലീസ് അവിടെ താവളം ഉറപ്പിക്കുകയും ചെയ്യുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലുണ്ട്. ഉപയോഗിക്കാത്ത മുറികളിൽ സാക്ഷാൽ ഇബിലീസ് പാർക്കുമെന്ന്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നാലാമത്തെ സംഗതി ഇതാണ്. ഇനി അഞ്ചാമത്തെ സംഗതി കാണുന്നത് അഴുക്കും വൃത്തിയുമില്ലാതെ കിടക്കുന്ന സ്ഥലം. ഇനി അഞ്ചാമത്തെ സംഗതി അഴുക്കും വൃത്തിയുമില്ലാതെ കിടക്കുന്ന സ്ഥലങ്ങൾ. മാലിന്യം കൂട്ടിയിട്ടേക്കുന്ന സ്ഥലങ്ങൾ അല്ലേ. ചില ആളുകളുണ്ട് വീട്ടിൽ നിന്ന് അടിച്ചു വാരിയിട്ട് അടുക്കളയുടെ മൂലയ്ക്ക് കൊണ്ട് കൂട്ടി വെക്കും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മൂലയ്ക്ക് കൊണ്ട് കൂട്ടി വെക്കും, പിന്നീട് എടുത്ത് കളയാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വേസ്റ്റ് ഉള്ളത് എന്ത് ചെയ്യുക, അപ്പോൾ എടുത്ത് ഒഴിവാക്കുക, വൃത്തിയാക്കി വെക്കുക. അവിടെ ഇബിലീസ് നിൽക്കൂല. ഏത് വേസ്റ്റ് ഒഴിവാക്കുന്ന സ്ഥലത്ത്, വൃത്തിയായി കിടക്കുന്നിടത്ത്. അല്ലാതെ മാലിന്യം കൂട്ടിയിട്ടേക്കുന്ന സ്ഥലത്ത് ഇബിലീസിന് പാർക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആറാമത്തെ സംഗതിയാണ് അള്ളാഹുവിൻ്റെ പേര് പറയാത്ത വീട്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പറയാൻ ദിക്ർ ചൊല്ലാത്ത വീട്, അങ്ങനെ പറയാം. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഇങ്ങനെ ചൊല്ലാത്ത വീടുകളാണെങ്കിൽ അവിടെ ഇബിലീസ് പാർക്കും. ഇബിലീസിന് ഭയങ്കര ഇഷ്ടമാണ് അവിടെ നിൽക്കാൻ. എന്നാൽ സ്ഥിരമായിട്ട് ദിക്റുകൾ കേൾക്കുന്ന വീടാണെങ്കിൽ അവിടെ ഇബിലീസ് പാർക്കൂല, ഇബിലീസിന് അവിടെ നിൽക്കാൻ കഴിയില്ല. ഏഴാമതായി കാണാം ബാത്റൂമുകൾ, നമ്മുടെ ശൗചാലയങ്ങൾ അല്ലേ. നമ്മുടെ ബാത്റൂമുകൾ ഇബിലീസ് പാർക്കുന്ന സ്ഥലമാണ്. ബാത്റൂമിനെ പൊളിച്ചു കളയാൻ പറയാൻ പറ്റൂല. അപ്പോൾ കാര്യം സാധിക്കാൻ പിന്നെ എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ മറുപടിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ബാത്റൂമുകൾ ഉള്ളത് വൃത്തിയായി സൂക്ഷിക്കണം, അടച്ച് സൂക്ഷിക്കണം. തുറന്നു മരത്തിടാൻ പാടില്ല, അടച്ചു വെക്കണം അല്ലേ. ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് ആ ചൊല്ലേണ്ട ദുആയും ഇറങ്ങുന്ന സമയത്ത് ചൊല്ലേണ്ട ദുആയൊക്കെ കൃത്യമായി ചൊല്ലിക്കഴിഞ്ഞാൽ ഇബിലീസിൻ്റെ ഇടങ്ങേറുണ്ടാവില്ല. അല്ലാത്ത പക്ഷം സാക്ഷാൽ ഇബിലീസ് നമ്മുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വളരെ നിസ്സാരമായ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളാണ് ഞാൻ പറഞ്ഞത്. ഈ 7 സംഗതികളൊന്ന് ശ്രദ്ധിച്ച് നമ്മുടെ വീടുകളൊക്കെ വലിയ ഇബിലീസിൽ നിന്നും ഷെയ്ത്താനിൽ നിന്നും മുക്തിയുള്ള കാവൽ ലഭിക്കുന്ന വീടുകളാക്കി മാറ്റണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരെ എത്തിച്ചു കൊടുക്കൂലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ കബൂലാക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.